അതുകൊണ്ട് ഒരേ ഒരു കാര്യം, നമ്മുടെ ആത്മാവിന്റെ വില സകല ലോകത്തെക്കാളും വിലയേറിയതാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. പിന്നെ ഇവിടെ പറയുന്നതാണ് മത്തായി 6:19-21 വരെ, നമ്മുടെ ഹൃദയം ഇരിക്കുന്നിടത്ത്, നിശ്ചയം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. അപ്പൊ പറയുന്ന സ്റ്റോർ അപ്പ് യുവർ ട്രഷേഴ്സ് ഇൻ ഹെവൻ, നമ്മുടെ നിക്ഷേപങ്ങളെ സ്വർഗരാജ്യത്തിൽ വയ്ക്കുക. അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് കള്ളന്മാർ പറയുന്ന മോഷ്ടിക്കാതിരിക്കുന്ന ഒരു അനുഭവം. രണ്ട്, പുഴുവും തുരുമ്പും കെടുക്കാതെ. രണ്ട് രീതിക്ക് നമ്മുടെ നിക്ഷേപങ്ങൾ നശിക്കാം. ഒന്ന്, കള്ളന്മാർ എടുത്തുകൊണ്ട് പോകാം. പലരും വിചാരിക്കും ഇന്നത്തെ കാലത്ത് കള്ളന്മാരെടുക്കുന്ന ഒരു പരിപാടിയില്ല, എല്ലാം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ചിലർ പറയും കള്ളന്മാരെടുക്കാൻ ഒരു വിഷയമില്ല, എല്ലാം കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടാം. ചിലർ പറയുന്ന അല്ല, ക്രിപ്റ്റോ കറൻസിയിൽ ഇടാം. ഇന്ന് ഹാക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിമിഷ നേരം കൊണ്ട് ക്രിപ്റ്റോ കറൻസി അടിച്ചു മാറ്റുന്ന ഹാക്കേഴ്സ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് മുഴുവനും അടിച്ചു മാറ്റുന്ന ഹാക്കേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എപ്പോഴും വേണമെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുകളിൽ പോവാൻ താഴോട്ട് വരാം. ഇന്നലെ മേലോട്ട് പോയി, ഇന്ന് കൂതി താഴോട്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ നിക്ഷേപം സ്വർഗരാജ്യത്തിൽ വയ്ക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇത് എന്റെ പപ്പയുടെ അനുഭവമാണ്, എന്റെ സഹോദരങ്ങളുടെ അനുഭവമാണ്, എന്റെ അനുഭവമാണ്. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ പപ്പ എല്ലാവരെയും കൊടുക്കാൻ പഠിപ്പിച്ചു. ഏകദേശം 5.5 ഏക്കറോളം സ്ഥലങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തു. ദൈവരാജ്യത്തിന് വേണ്ടി കിട്ടുന്ന മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു. ഞങ്ങൾ 11 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? 11 മക്കൾ എന്തായി തീർന്നിരിക്കാം? പപ്പ എല്ലാം കൊടുത്തേക്കില്ല, പക്ഷേ കർത്താവിന് വേണ്ടി കൊടുത്ത് എല്ലാവരും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാനും ചെയ്യുന്നത് അതാണ്. ആദ്യം ദശാംശത്തിൽ തുടങ്ങി, പിന്നെ 20% തുടങ്ങി, പിന്നെ 30% തുടങ്ങി. ഇപ്പൊ കിട്ടുന്നതിലധികം കർത്താവിന് വേണ്ടി കൊടുത്ത് ശിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യാനും മറ്റു കാര്യം. പക്ഷെ ആ സമയത്ത് എന്റെ വിചാരത്തിന് കർത്താവ് എനിക്ക് അതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ കിട്ടും, എനിക്കൊരു കാർ വാങ്ങിക്കണം, ഒരു പൈസയില്ല. കഴിഞ്ഞ അത്ഭുതകരമായിട്ട് കർത്താവ് എനിക്ക് കാർ തന്നു, ഒരു പൈസ ഞാൻ ചെലവാക്കാതെ. ആരെങ്കിലും എന്റെ ചേട്ടനെ കുറിച്ച് വിശദവിവരങ്ങൾ അറിയാം, ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. വിശ്വാസത്താൽ നമ്മുടെ കാലടികളെ മുന്നോട്ട് കർത്താവിനോട് നമ്മൾ കൊടുക്കുമെങ്കിൽ കർത്താവ് അതിനേക്കാൾ ഇരട്ടിയായിട്ടായിരിക്കും. അനേക വർഷങ്ങൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഓടിച്ചു. കഴിഞ്ഞ വർഷം അവസാനം കർത്താവ് എനിക്ക് പുതിയ ബൈക്ക് തന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുവാൻ ശക്തനാണ്. നമ്മുടെ പാസ്റ്റർ പി. എം. തോമസിന്റെ അനുഭവങ്ങൾ അനേകമുണ്ട്. ഞാനതൊന്നും നിങ്ങളോട് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കൂടെ 10 വർഷം ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണ് താമസിച്ചത്. അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു പോയിട്ട് 10 വർഷം അദ്ദേഹത്തെ ഞാനാണ് ശുശ്രൂഷിച്ചതും. ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ റീജിയണൽ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്യുന്നതായിരുന്നു എൻ്റെ ജോലി. അദ്ദേഹത്തിന് അനേക അനുഭവങ്ങൾ, 100 കണക്കിന് അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്നും തീരില്ല, നാളെ തീരില്ല, മറ്റന്നാളത്തില്ല. അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ മൗണ്ടെയിൻ ഷാൽ സിംഗ്. എത്ര പേര് വായിച്ചിട്ടുണ്ട് ദ മൗണ്ടെയിൻ ഷാൽ സിംഗ്? നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എനിക്ക് എഴുതിയാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. വളരെയധികം നല്ല മിഷണറി സ്റ്റോറീസ് ആണ്, മുഴുവൻ ജീവിതാനുഭവങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെ വിശ്വാസത്താൽ നടത്തി എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിചാരങ്ങൾ സ്വർഗത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മുടെ സമ്പാദ്യവും സ്വർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ക്രമീകരിക്കുന്നു, അവിടത്തേക്കായിരിക്കും നമ്മുടെ മുഴുവൻ നിക്ഷേപം. ഹല്ലേലൂയ. എന്റെ മനസ്സിൽ അനേക വലിയ വലിയ പ്ലാനുകളുണ്ട്. ഈ പ്ലാനുകൾ മുഴുവൻ ദൈവരാജ്യത്തിലുള്ള പ്ലാനുകളാണ്. ഹല്ലേലൂയ. ഒരു പ്ലാൻ പോലും പേഴ്സണലായിട്ടുള്ള പ്ലാൻ ഇല്ല. ദൈവരാജ്യത്തെ എങ്ങനെ വളർത്താം, വികസിപ്പിക്കാം, എങ്ങനെ അനേക വ്യക്തികൾ, ആയിരങ്ങൾ, 10,000 കർത്താവിനെ കുറിച്ച് കേൾക്കാം എന്നുള്ളതാണ് എന്റെ ചിന്ത. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ സുജീവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ മിഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റീച്ചിങ് ദ അൺറീച്ച്ഡ് ആൻഡ് ടെല്ലിങ് ദ അൺടോൾഡ് ഇൻ ദ ഹിമാലയാസ് എന്നുള്ളതാണ് നമ്മുടെ മിഷന്റെ ചിന്താഗതി. ഞാൻ പറഞ്ഞ കർത്താവെ, ഈ ദിവസങ്ങളിൽ എനിക്ക് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലോട്ടും വേല വർദ്ധിപ്പിക്കണം. പക്ഷേ നമ്മുടെ മിഷന്റെ ചിന്താഗതി കുറച്ച് ചെറിയ ചിന്താഗതിയാണ്. ഹിമാലയ റീജിയനിൽ 4000 കിലോമീറ്റർ ചുറ്റളവുള്ള ഹിമാലയ റീജിയൻ മാത്രമാണ് ഞങ്ങളുടെ മിഷൻ. അപ്പൊ കർത്താവ് ഞങ്ങളുടെ രണ്ടുപേർക്കും പറഞ്ഞു, നീ ഒരു പേനയും കോമ്പസും എടുത്തുകൊണ്ട് വരാം, ഒരു മാപ്പും കോമ്പസും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സുജിയും പോയി മാപ്പും കോമ്പസും എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടില് ഇതിന്റെ കോമ്പസ് വെച്ചിട്ട് ഒരു റൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു. ഇന്ത്യ മുഴുവനും വരുന്ന ഭാഗത്ത് ഞാൻ റൗണ്ട് വരച്ചപ്പോഴേക്കും ഏകദേശം 5 രാജ്യങ്ങളാണ് ഞാൻ അതിൽ കണ്ടത്. ഹല്ലേലൂയ. ചുറ്റുപാടുള്ള 5 രാജ്യങ്ങളെ അതിന് കാണാൻ എനിക്ക് ഇടയായിരുന്നു. കർത്താവ് പറഞ്ഞു, എക്സ്റ്റെൻഡ് യുവർ ടെറിട്ടറീസ് എന്ന് പറഞ്ഞു, നിന്റെ അതിരുകളെ വിശാലമാക്കാന്ന് കർത്താവിനോട് പറഞ്ഞു.
അതിനുശേഷം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും പോയി ചില മിഷൻ പ്രോഗ്രാംസ് നടത്തുവാനും പലരെ സ്നാനപ്പെടുത്തുവാനും അനേക പാസ്റ്റർമാരെ ഒരുമിച്ച് കൂട്ടുവാനും അവിടെയെല്ലാം വലിയ വലിയ ഹൈക്കുകൾ കർത്താവിന്റെ രാജ്യത്തിൽ ഉണ്ടാക്കുവാനും കർത്താവിനെ ഇടയാക്കി. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ചേട്ടൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേപ്പാളിലെ കർത്താവ് അനേക വാതിലുകൾ ഞങ്ങളുടെ മിഷന് വേണ്ടി തുറന്നു. 200 സഭകൾ അവിടെ സ്ഥാപിക്കാൻ കർത്താവ് ചെയ്തു. ഭൂട്ടാനിൽ പക്ഷെ മരിക്കുന്നതിന് ഏകദേശം 10 സഭകൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ദൈവം കൃപ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എവിടെയിരിക്കുന്നു, നമ്മുടെ നിക്ഷേപം നമ്മൾ അവിടെ കൊണ്ട് സ്വരൂപിക്കാനായിത്തീരുന്നു. നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മൾ സ്വരൂപിക്കുന്നത്? ഭൂമിയിലാണോ ദൈവരാജ്യമാണോ? അവസാനമായിട്ട് എബ്രായർക്ക് ലേഖനം 10:34-35 വാക്യങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഒരു വാക്യം ഞാൻ വായിച്ചില്ല, ഒരാൾക്ക് വായിക്കാം അവസാനമായിട്ട്. കാരണം എനിക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് അനേക വാക്യങ്ങൾ ഞാൻ വായിച്ചില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവയിഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇവിടെ കാണുന്നറിയാമോ? മഹാപ്രതിഫലമുള്ള നമ്മുടെ വിശ്വാസം 1. 2, തടവുകാരോടുള്ള നമ്മുടെ സ്നേഹവും അവരോടുള്ള സഹിഷ്ണുതയും നമ്മൾ കാണിച്ചത്. 3, സമ്പത്തുകളുടെ അപഹാരം നമ്മൾ സഹിച്ചത്. ഇതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ദൈവദാസന്മാരോട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം 1, തടവിൽ കിടക്കുന്ന അനേക ആൾക്കാർ അവരുടെ അടുത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ കർത്താവ് ചിന്തിക്കുന്നു. സ്വർഗരാജ്യത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2, സമ്പത്തുകളുടെ അപഹാരം. സമ്പത്തുകളുടെ അപഹാരം എന്ന് പറഞ്ഞാൽ പല സഭകൾ ഇടിച്ചു നിരത്തി അവിടെ സാധനങ്ങളെല്ലാം പോലീസ് എടുത്തുകൊണ്ട് പോയി. അവർ അനേക ചർച്ചകളെ അടിച്ച് നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി. ഇതെല്ലാം ദൈവങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അവരെല്ലാം അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അതിനേക്കാളും വലിയ ചർച്ചസ് അവിടെ ഉണ്ടാക്കി. പിന്നെ ഇവിടെ കാണുന്നത് സ്വർഗരാജ്യത്തിലെ വലിയൊരു പ്രതിഫലം ദൈവം നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ ക്ലേശം സഹിക്കുമ്പോൾ, കഷ്ടം സഹിക്കുമ്പോൾ, കർത്താവിന് മരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വലിയൊരു പ്രതിഫലമാണ് വെച്ചിരിക്കുന്നത്. ഈ ലോകത്തെ എന്തെല്ലാം കർത്താവിന് വേണ്ടി നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അതിനെല്ലാക്കാളും 100 മടങ്ങ് കർത്താവ് നമുക്ക് തിരിച്ചു തരുമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചലഞ്ച് താല്പര്യമുണ്ടോ? എന്താണ് ചലഞ്ച്? 100 രൂപ ഇവിടെ വയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ എത്ര പേര് 100 രൂപ വയ്ക്കും? എല്ലാവരും വയ്ക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ 100 മടങ്ങ് നിനക്ക് തിരിച്ചു തരാം. ഈ ലോകത്ത് യാതൊരു ഗവൺമെന്റും യാതൊരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനും യാതൊരു സിസ്റ്റംസും ഇത്രത്തോളം 100 മടങ്ങ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. ചില സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് 1000 മടങ്ങ് 2000 മടങ്ങെല്ലാം 20-30 വർഷത്തിന് ശേഷം കയറി വന്നെന്നും കേട്ടിട്ടുണ്ട്. ചില സ്റ്റോക്കുകൾ നേരെ 1001 വന്നെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയുമല്ല, കിട്ടുമെന്നുള്ളൊരു നിശ്ചയം അതില്ല. പക്ഷെ ഇത് ഏറ്റവും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. 100% അല്ല, 100 മടങ്ങ് തിരിച്ചു തരാമെന്നുള്ളൊരു നിക്ഷേപം ചെയ്യാൻ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് നമ്മൾ ചെയ്യുന്ന സകലതും, നിങ്ങൾക്ക് ആരോഗ്യമാണോ? 100 മടങ്ങ് ആരോഗ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യം മുഴുവൻ കർത്താവിന്റെ സമയം. ഹല്ലേലൂയ. 100 മടങ്ങ് സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിന്റെ സമയത്ത് സന്നിധി നമ്മുടെ സമയങ്ങളെ നമ്മൾ സമർപ്പിക്കുക. ഹല്ലേലൂയ. 100 മടങ്ങ് ജീവൻ വേണമെങ്കിൽ ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പൈസയെ, നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിക്കണം. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം പ്രേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദൈവരാജ്യത്തിന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യയിലെ പല ഡിസ്ട്രിക്റ്റുകളിലും ഒരേ സമയം അനേക ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന അനേക കൂട്ടായ്മകളെ കാണുവാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നറിയാമോ? ഇൻവെസ്റ്റ് യുവർ പൊസഷൻസ്. വെൽത്ത് ആവാം. പ്രേ 1, 2 പൊസഷൻസ് കർത്താവിന് കൊടുക്കുന്ന കാര്യം. നമ്മുടെ എന്തെല്ലാം പൊസഷൻസ് ഉണ്ടോ അതെല്ലാം കർത്താവിന് നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ പൈസയായിരിക്കും, ചിലപ്പം എന്തെങ്കിലും അസറ്റായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ഒരു വാഹനമായിരിക്കും, ചിലപ്പം വീടായിരിക്കും, ചിലപ്പോൾ കെട്ടിടമായിരിക്കും. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് അത് ദൈവരാജ്യത്തിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ ചേട്ടൻ അവിടെ ഇരിക്കുന്നു. ചേട്ടനും പപ്പയുടെ ബാധപ്പെട്ടിരുന്ന് തന്റെ സ്ഥലമെല്ലാം വിറ്റ് ദൈവം കൊടുത്തു അനേക ചർച്ചസ് ഉണ്ടാക്കാൻ.
കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് വേറൊരു വീട് കർത്താവ് കൊടുത്തു. വീടില്ലായിരുന്നു, വീട് കൊടുത്തു, വാഹനം കൊടുത്തു, മക്കളെ അനുഗ്രഹിച്ചു. സകലത്തിലും ദൈവത്തിന് അനുഗ്രഹം വന്നു. എന്റെ പപ്പയെ അനുഗ്രഹിച്ചതുപോലെ എന്റെ ചേട്ടനെ കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് എന്തെല്ലാം കർത്താവിന്റെ രാജ്യത്തിനോട് കൊടുക്കാൻ സാധിക്കുന്നു നാം കൊടുക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? നമുക്ക് കർത്താവിന്റെ രാജ്യത്തിൽ പ്രവർത്തിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളെ പൂർണ്ണമായി കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഒരു ദൈവദാസൻ ഒരിക്കൽ ഓർഡർ കോളിന്റെ സമയത്ത് ദൈവവചനം പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഓഫറിംഗ് എടുക്കുകയായിരുന്നു. അപ്പം ഒരാളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു അല്പം കൂടെ നിന്റെ പണപ്പെട്ടി താഴ്ത്താൻ പറഞ്ഞു. അതായത് ഈ ഒരു ചെറിയ ബോക്സ് പോലെ സാധനത്തിലാണ് കാണിക്ക എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു വീണ്ടും താഴ്ത്താൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഒരുപാട് പൈസ ഇടാൻ പോകുന്നതായിരുന്നു. ഒരു താഴ്ത്തി അതിനെ തറയിൽ വെച്ചു. അദ്ദേഹം പ്രസംഗം കേട്ടത് കാരണം അതിൻ്റെ അകത്ത് കയറിയിരുന്നു. ഇതിനോട് ഞാൻ എന്നെ തന്നെ ഒരു കാണിക്കയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാണിക്കകൾ കൊടുക്കും, പക്ഷെ നമ്മളെ തന്നെ കാണിക്കായിട്ട് നമുക്ക് എങ്ങനെ സമർപ്പിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കടന്നു നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ